ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ എൻ്റെ മെഷീൻ്റെ കുറച്ച് ഡീറ്റെയിൽസും പിന്നെ എങ്ങനെയാണ് പീക്കോ ചെയ്യുക, പിന്നെ ഓവർലോക്ക് ചെയ്യാൻ സിംഗിൾ ടാലൻറ്റ് വെച്ചിരുന്നത് ഞാൻ പറഞ്ഞുതരാം കേട്ടോ. ഈ മെഷീൻ എനിക്ക് ലക്കിൽ കിട്ടിയതാണെന്ന് വെച്ചാൽ വേണമെങ്കിൽ പറയാം കേട്ടോ. എന്താ വെച്ചാൽ ഞാൻ ഈ മെഷീൻ വാങ്ങാൻ പോയിട്ട് ജാക്കും കൊണ്ട് വന്ന ആളാണ് കേട്ടോ. പിന്നെ ഇതാ ഈ റാക്ക് മതിലുള്ളത് ഇത് ഞാൻ മീഷോന്ന് മേടിച്ചതാണ് കേട്ടോ. ഇതിൻ്റെ കറക്റ്റ് പ്രൈസ് എനിക്ക് ഓർമ്മയില്ല, 700 സംതിങ് തോന്നുന്നുണ്ട് കേട്ടോ. ഇതിൽ ഞാൻ എൻ്റെ പഞ്ചിങ്ങിൻ്റെ ബീഡ്സ് വെക്കുന്ന സംഭവം, പിന്നെ പ്രസ്സിങ് ബട്ടണ്, പിന്നെ നമ്മളെ നൂല്, അങ്ങനത്തെ എല്ലാ സംഭവവും അറേഞ്ച് ചെയ്ത് വെക്കണതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ സിംഗിൾ ടാലൻറ്റ് 3321 എന്ന് പറയുന്ന മെഷീനാണ് കേട്ടോ. ഇത് നല്ല മെഷീനാണ്. അപ്പം ഇതാ അതിൻ്റെ ഫുഡ് കൺട്രോളാണ് ഞാൻ കാണിച്ചത്. പിന്നെ ഈ പിന്നിങ്ങനെ സൈഡിലായിട്ട് ഇങ്ങനെ കുത്തി കൊടുക്കുക കേട്ടോ. പിന്നെ അതിൻ്റെ മേലായിട്ട് അതിൻ്റെ സ്വിച്ച് വരും. സ്വിച്ച് ഇടുമ്പോൾ നമുക്ക് ലൈറ്റ് കത്തും കേട്ടോ. ഓണായി എന്നുള്ളതിൽ ലൈറ്റ് കത്തും. നല്ല മെഷീനാണ് കേട്ടോ. ഞാൻ യൂസ് ചെയ്ത് നോക്കി, 2 ദിവസം തന്നെ ആയിരുന്നു കേട്ടോ പണി. ഞാൻ പറഞ്ഞില്ലേ ഇതൊരു ലക്കിൽ കിട്ടിയ മെഷീനാണെന്ന് ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ ഇതാ ഈ റൈറ്റ് സൈഡിൽ ആക്കുമ്പോൾ നമുക്ക് ബോബിലിന് നൂല് നിറക്കാൻ പറ്റും. പിന്നെ ലെഫ്റ്റ് സൈഡിലൊക്കെ ആക്കുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ പറ്റും കേട്ടോ. നമ്മൾ ഫൂട്ട് കൺട്രോൾ ചെയ്യുമ്പോൾ റൈറ്റ് സൈഡിലേക്ക് ആണെങ്കിൽ അത് നമുക്ക് നൂല് നിറക്കാൻ പറ്റും. ലെഫ്റ്റ് സൈഡിലേക്ക് ആക്കുമ്പോൾ നമുക്ക് നോർമലായിട്ട് ഇങ്ങനെ സ്റ്റിച്ച് വരും കേട്ടോ. നമ്മൾ നൂല് നിറച്ചിട്ട് ബോബിന് ഇടുന്ന സ്ഥലം അത് നമുക്ക് അതിൽ കറക്റ്റായിട്ട് ഒരു പിന്ന് മാതിരി ഉണ്ടാവും അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ആക്കി കൊടുക്കുകയാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് നൂല് മേലോട്ട് വന്ന് കിട്ടും കേട്ടോ. ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക കേട്ടോ. ഇതിലെന്തൊക്കെ സ്റ്റിച്ച് ഉണ്ട്, എംബ്രോയ്ഡറിൻ്റെ വർക്ക് ഉണ്ട്, പിന്നെ ബട്ടൺ ഹോള്, അങ്ങനത്തെ എല്ലാ സംഭവവും വേണമെന്നുണ്ടെങ്കിൽ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ചെയ്യുക. കമൻറ്റ് ബോക്സിലൊന്ന് പറയട്ടോ വേണമെന്നുള്ളവർ. ഞാൻ പറഞ്ഞില്ലേ ഞാൻ ഈ മെഷീൻ വാങ്ങാൻ പോയിട്ട് ജാക്കും കൊണ്ട് വന്നു എന്ന് പറഞ്ഞില്ലേ. ഈ മെഷീന് ഞാൻ കുറേ ആഗ്രഹിച്ചതാട്ടോ. ഇങ്ങനെ പീക്കോ ചെയ്യേണ്ടതും ബട്ടൺ ഹോൾ, എനിക്ക് ഷർട്ട് മോഡൽ ടോപ്പ് അങ്ങനത്തെ ഒക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ എനിക്ക് നല്ല ടഫായിട്ട് തോന്നിയിട്ടുണ്ട് കേട്ടോ. ഇല്ലായിട്ട് പിന്നെ നമ്മൾ കുട്ടികൾക്കൊക്കെ ഫ്രോക്കൊക്കെ ചെയ്യുമ്പോൾ നല്ലൊരു പുറത്തുനിന്ന് വാങ്ങിയ ലുക്കൊക്കെ കിട്ടണമെങ്കിൽ നമുക്ക് ഓവർലോക്കും ഇതൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് കിടക്കും. അപ്പോൾ കുറേ ആഗ്രഹിച്ചിട്ട് പോയിട്ട് ഞാൻ മേടിക്കാണ്ട് കുറേ ആലോചിച്ചിട്ട് അത് പിന്നെ നമുക്ക് മേടിക്കാം എന്ന് വെച്ചാൽ നമുക്ക് ജാക്കിന് നല്ലൊരു എമൗണ്ട് വരുന്നുണ്ട്. ഇതിന് അത്ര തന്നെ വരില്ല, എന്നാലും ഉണ്ട് കേട്ടോ. ഈ മെഷീൻ ഇപ്പോൾ ഞാൻ പുറത്ത് ഓൺലൈനിലൊക്കെ ചെക്ക് ചെയ്തത് 18 ചില്ലറ കേട്ടോ. അപ്പോൾ ഇക്കാൻ്റെ ഫ്രണ്ട് ഫോൺ ചെയ്തിട്ട് എന്നോട് പറഞ്ഞ പോലെ ആരോ റിലേറ്റീവ്സ് ഇങ്ങനെ ദുബായിക്ക് പോകുന്നുണ്ട്, ഭാബിക്ക് വേണോ വെച്ചിട്ടേക്ക് ഫോൺ ചെയ്തിരുന്നു കേട്ടോ. അപ്പോൾ ഇക്കാനോട് ചോദിച്ചപ്പോൾ നമുക്ക് എടുക്കാമെന്നിട്ട് അങ്ങനെ മേടിച്ചു തന്നതാട്ടോ. ഇത് നല്ല മെഷീനാട്ടോ. ഞാൻ കൈ കിട്ടിയപ്പോൾ 2 ദിവസം അതിൻ്റെ പിന്നാലെ തന്നെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ സെക്കൻഡായിട്ട് ഒരുത്ര 7ൻ്റെ അടുത്ത കേട്ടോ കൊടുത്തിട്ടോ. ഒക്കെയാണ് കൊടുത്തത് 7500 അങ്ങനെ എന്ത് 7ൻ്റെ അടുത്താട്ടോ കൊടുത്തത്. അത് നോക്കുമ്പോൾ സിമ്പിളായിട്ട് കേട്ടോ ഇത് യൂസ് ചെയ്യാൻ പറ്റും. അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും കേട്ടോ. ഒക്കെ എങ്ങനെ നൂലിടേണ്ടിന്നൊക്കെ അതിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ടാവും. അതേമാതിരി നമ്മൾ ജസ്റ്റ് ആ റൂട്ടിലൂടെ അങ്ങനെ വന്നാൽ മതി കേട്ടോ. അപ്പോൾ ഇതാ അതിൻ്റെ ചെറിയൊരു സമ്പത അത് നമുക്ക് പൊന്തിച്ചു കൊടുത്താൽ ഫൂട്ട് താഴേക്കായി കിട്ടും കേട്ടോ. അപ്പോൾ ഇതാ ഈ ബോക്സിലാണ് അതിൻ്റെ എല്ലാ സംഭവങ്ങളും വരിക കേട്ടോ. ഫൂട്ട്, പലതരം ഫൂട്ട് ഉണ്ടാവും. പീക്കോക്ക് വേറെയാണ്, പിന്നെ ഈ ബട്ടൺസ് ഇടാന് വേറൊരു സംഭവം ഉണ്ടാവും. അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആണെങ്കിൽ ഒന്ന് കമൻറ്റ് ബോക്സിൽ പറയുകയാണെങ്കിൽ ഞാൻ ചെയ്യാം കേട്ടോ, ഇൻഷാ അല്ലാഹ്. അപ്പോൾ ഇതാ ഞാൻ ഫൂട്ട് ഒന്ന് മാറ്റി കൊടുത്തു. ഞാൻ എല്ലാം ചെക്ക് ചെയ്തിരുന്നപ്പോൾ അതിൻ്റെ വേറെ ഫൂട്ട് കഴിഞ്ഞു. ഇതാണ് നമ്മൾ നോർമൽ സ്റ്റിച്ചും പിന്നെ ഓവർലോക്കൊക്കെ ചെയ്യാൻ ഈ ഒരു ഫൂട്ടാട്ടോ വേണ്ടത്. അപ്പോൾ അതാ സ്റ്റിച്ച് ലെങ്ത്ത് വന്നിട്ട് 2 കൊടുക്കുന്നുണ്ട് കേട്ടോ. 2, 3 നമുക്ക് അത് വേണ്ടി വരും, അല്ലെങ്കിൽ നമുക്ക് തീരെ തുണി നീങ്ങാത്ത മാതിരി ആവും കേട്ടോ. ഇതിലാണ് ഞാൻ ഇപ്പോൾ ഇതാ ജസ്റ്റ് സിമ്പിളായിട്ട് നമ്മൾ നോർമൽ സ്റ്റിച്ചായിട്ട് ഇട്ട് കാണിക്കുന്നത്. ഇത് വന്നിട്ട് നമുക്ക് ലോക്ക് ഇടാനൊക്കെ ബാക്കോട്ട് എടുക്കാനൊക്കെ ഉള്ള സംഭവം കേട്ടോ. പിന്നെ സ്റ്റിച്ചിൻ്റെ വിഡ്ത്ത്, ലെങ്ത്ത്, പിന്നെ നമുക്ക് ഏത് മോഡലാണ് വേണ്ടി അതൊക്കെ ഇതിൽ തന്നെ ഉണ്ടാവും കേട്ടോ. ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുന്ന സംഭവത്തിൽ ഞാൻ വിഡ്ത്ത് വന്നിട്ട് 2 വെക്കുന്നുണ്ട്. നമുക്ക് നോർമൽ സ്റ്റിച്ചിനൊക്കെ 2 മതി, പക്ഷേ നമുക്ക് ഡിസൈനായിട്ട് ചെയ്യുമ്പോൾ വിഡ്ത്ത് കൂടി വന്നാലോ കേട്ടോ നല്ല ഭംഗി ഉണ്ടാവുക കാണാൻ. ഇപ്പോൾ അതാ ഞാൻ നോർമൽ സ്റ്റിച്ച് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. നമുക്ക് നോർമൽ സ്റ്റിച്ച് ഈ മെഷീനിലേറെ പറ്റി നമ്മളെ
മറ്റേ മെഷീനിലാട്ടോ, ജാക്കോ അല്ലെങ്കിൽ സിംഗറിൻ്റെ നമ്മൾ ഹൈ സ്പീഡോ അങ്ങനത്തെ ഏതെങ്കിലും മെഷീനാണെങ്കിൽ അതാട്ടോ എനിക്ക് പേഴ്സണലി എനിക്കിഷ്ടപ്പെടുക. ഞാൻ ജസ്റ്റ് കാണിക്കാമെന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതാ നോർമൽ സ്റ്റിച്ചിട്ട് ഇനി നമുക്ക് ആ റൊട്ടേറ്റ് ചെയ്തിട്ട് സിഗ്സാക്സിൻ്റെ ആ പോർഷനിലേക്ക് ഒന്ന് ആക്കിയിട്ട് അതൊക്കെ സെയിം ആയിട്ട് തന്നെ മതി ഇഷ്ടം. പക്ഷെ വിട്ട് കുറച്ച് കൂട്ടി കൊടുക്കുക. പിന്നെ അതിൻ്റെ സ്റ്റിച്ച് ലെങ്ത്തും ഒന്ന് മാറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതാ ഓവർലോക്ക് ചെയ്യണം. ഞാൻ റെഡ് കളറിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് അത്ര കണ്ട് ക്ലിയർ ആവുന്നില്ല കേട്ടോ. ഞാൻ ലാസ്റ്റിൽ കാണിച്ചു തരാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. ഞാൻ ഫോണ് വന്നിട്ട് മെഷീൻമേൽ തന്നെ വെക്കുന്നതുകൊണ്ട് അത് കുറച്ച് ബ്ലറായിട്ട് കാണുന്നുണ്ട് കേട്ടോ. എന്ന് വെച്ചാൽ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഇങ്ങനെ ഇളകുകയല്ല ഫോണ്. അപ്പോൾ ഞാൻ ഒരു സൈഡ് ഓവർലോക്ക് ചെയ്തെടുത്തു കേട്ടോ. നല്ല സിമ്പിളാട്ടോ ഈ മെഷീൻ യൂസ് ചെയ്യാൻ. ഫൂട്ട് മാറ്റാനായാലും നമ്മളെ മറ്റേ മെഷീനിലൊക്കെ സ്ക്രൂ ഡ്രൈവറൊക്കെ യൂസ് ചെയ്യണം. ഇതിനതൊന്നും വേണ്ട കേട്ടോ. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ആ ഹാൻഡിൽ ബാക്കിൽ നമ്മൾ പൊന്തിക്കുന്ന സംഭവമല്ല, അതൊന്ന് ഇങ്ങനെ താത്തി കൊടുത്താൽ നമുക്ക് വേറെ ഫൂട്ടായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അതാ ഞാൻ പീക്കോ ചെയ്യാൻ വേണ്ടിയിട്ട് ഫൂട്ടൊന്ന് മാറ്റി കൊടുക്കും കേട്ടോ. പീക്കോൻ്റെ ഫൂട്ടാണത്. അപ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് എൻ്റെ ചാനൽ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക കേട്ടോ. ആ കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടൊന്ന് താത്തി കൊടുത്താൽ ആ ഫൂട്ട് അവിടെ ഫിക്സ് ആവും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ സ്റ്റിച്ച് ലെങ്ത്ത് എത്രയിൽ വെച്ചിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുന്നുണ്ട്. പിന്നെ ആ സിഗ്സാക്റ്റിലൊന്ന് ആക്കി കൊടുക്കുക കേട്ടോ. സ്റ്റിച്ച് ലെങ്ത്ത് ഞാൻ പിന്നീട് കൂട്ടുന്നുണ്ട്. എന്താ വെച്ചാൽ തീരെ ക്ലോത്ത് നമുക്ക് മൂവായി കിട്ടൂല സ്റ്റിച്ച് ലെങ്ത്ത് അത്രയിൽ വെച്ചാൽ കേട്ടോ. അതൊക്കെ എംബ്രോയ്ഡറി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് അത് നല്ല തിക്കിൽ വരാൻ വേണ്ടിയിട്ട് നമുക്ക് 1ലും 0ലൊക്കെ ആക്കി കൊടുക്കുക കേട്ടോ. ഇതാണ് തീരെ നീങ്ങുന്നില്ല കേട്ടോ. അപ്പോൾ ഞാനിതാ 2ലും ആക്കി കൊടുക്കുന്നുണ്ട്, 2ലാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് നല്ല പെർഫെക്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. പിന്നെ വിഡ്ത്ത് വന്നിട്ട് നമുക്ക് ഒരു 4-5ലൊക്കെ വെച്ച് കൊടുക്കാം കേട്ടോ. അതാ പീക്കോ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തുണിയൊന്ന് കൈ കൊണ്ടൊന്ന് ഇങ്ങനെ പൊന്തിച്ച് കൊടുത്താൽ മതി കേട്ടോ. അപ്പം നല്ല പെർഫെക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ അപ്ലോഡ് ചെയ്യും. ഇൻഷാ അല്ലാ എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. കാണുക, ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ അയക്കുക കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.